വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് സമുദ്രത്തിൽ മത്സ്യബന്ധനം നടത്തുവാനുള്ള അവകാശം ഹൈന്ദവർക്ക് മാത്രമാക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് പ്രവീൺ തൊഗാഡിയ. ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന സമ്മേളനം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾക്ക് മുൻപ് വരെ ഭാരതീയരിൽ ഒരൊറ്റ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്ന് ഹിന്ദുക്കളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് സർക്കാർ അവർക്ക് മുന്നിൽ തലകുനിക്കുകയാണെന്നും തൊഗാഡിയ പറഞ്ഞു. രാഷ്ട്രത്തിന്റെ സർക്കാരിന് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കണം. ഹിന്ദു ഫിഷർമാൻകോ, ഹിന്ദു മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷിംഗ് के लिए മത്സ്യം പിടിക്കുന്നതിന് വേണ്ടി ഇക്കോണോമിക്കൽ പാക്കേജ് മിലേ, സാമ്പത്തിക പാക്കേജുകൾ ഉണ്ടാക്കണം. ഹമേ ഓട്ടോമാറ്റിക് ബോട്ട് മിലേ, നമുക്ക് ഓട്ടോമാറ്റിക് ബോട്ടുകൾ ലഭിക്കണം. ഫിഷ് को रखने के लिए कोल्ड स्टोरेज मिले, മത്സ്യം സൂക്ഷിക്കുന്നതിന് കോൾഡ് സ്റ്റോറേജുകൾ നമുക്ക് ലഭിക്കണം. ഫിഷ് എക്സ്പോർട്ട് करने के लिए हमें मदद मिले, മത്സ്യം കയറ്റി അയക്കുന്നതിന് നമുക്ക് സഹായം ലഭിക്കണം. ये देश में मुसलमानों के लिए तो करोड़ों की सहायता दी जाती है. ഇത് മുസൽമാന്മാർക്ക് കോടിക്കണക്കിന് രൂപയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. केरल स्टेट गवर्नमेंट भी देती है, കേരളത്തിലെ സർക്കാരും അത് കൊടുക്കുന്നു. दिल्ली की सरकार भी देती है, दिल्ली സർക്കാരും അത് കൊടുക്കുന്നു. मुसलमानों को आरक्षण रिजर्वेशन भी देते हैं, മുസൽമാന്മാർക്ക് സംവരണം കൊടുക്കുന്നു. तो मेरा कहना है हिंदू फिशरमैन को क्यों नहीं? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഹിന്ദു മത്സ്യത്തൊഴിലാളികൾക്ക് ആ സംവരണം ലഭിക്കുന്നില്ല? ഗുജറാത്ത് കെ കച്ച് സേ ലേക്കർ, അതുകൊണ്ട് ഗുജറാത്തിലെ കച്ചിൽ നിന്ന് തുടങ്ങി കേരള തക് കെ ഹിന്ദു ഫിഷർമാൻ, കേരളം വരെയുള്ള ഹിന്ദു ഫിഷർമാൻമാര്, और केरल से लेकर बंगाल तक के हिंदू फिशरमैन, കേരളം മുതൽ ബംഗാൾ വരെയുള്ള ഹിന്ദു ഫിഷർമാൻമാര് सब एक हो जाओ, ഒന്നിക്കണം. സ്വാമി തേജസ്വരൂപാനന്ദ അധ്യക്ഷനായിരുന്നു. സീമ ജാഗരൻ, എ ഗോപാലകൃഷ്ണൻ, എൻ പി രാധാകൃഷ്ണൻ, കെ രജനീഷ് ബാബു എന്നിവരും പ്രസംഗിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു.
തൃപ്രയാർ ശ്രീരാമക്ഷേത്ര മീനൂട്ടുകടവിന് വടക്കുള്ള കൽപ്പടവിനോട് ചേർന്ന് തൃപ്രയാർ പുഴയിൽ വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ശനിയാഴ്ച രാവിലെയാണ് മൃതദേഹം ക്ഷേത്രം ജീവനക്കാർ കണ്ടത്. ഇതേ തുടർന്ന് ക്ഷേത്രം മാനേജർ കാശി വിശ്വനാഥൻ വലപ്പാട് പോലീസിൽ വിവരമറിയുകയും പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തു. 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന വൃദ്ധയെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം വലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിവാഹ ചടങ്ങുകളിൽ ശ്രദ്ധയാകർഷിക്കാനായി ഫാഷൻ വസ്ത്രങ്ങൾ അണിഞ്ഞെടുത്തുന്നത് സാധാരണയാണ്. എന്നാൽ വധുവരന്മാരും കുടുംബവും പ്രാചീന വേഷത്തിലെത്തിയപ്പോൾ വിവാഹം തന്നെ വ്യത്യസ്തമായി. ഇരിങ്ങാലക്കുട മാപ്രാണം ഹോളിക്രോസ് ദേവാലയത്തിലായിരുന്നു കൗതുകവും വ്യത്യസ്തവുമാർന്ന ആ വിവാഹം. മാടായിക്കോണം സ്വദേശി CJ പോളിന്റെ മകൻ സ്വേജേഷും ഐക്കരക്കുന്ന് സണ്ണിയുടെ മകൾ സിൻസിയുടെയും വിവാഹമാണ് ബന്ധുക്കൾക്ക് വേറിട്ട അനുഭവമായത്. മുണ്ടും ചട്ടയും ധരിച്ച് കാറിൽ നിന്നും ഇറങ്ങിയ വധുവിനെ കണ്ടപ്പോൾ ബന്ധുക്കൾക്ക് ആദ്യം കൗതുകമായി. 50 വർഷം മുൻപ് വരെ ക്രിസ്ത്യൻ സമൂഹത്തിലെ വിവാഹ ചടങ്ങുകളിൽ ഉപയോഗിച്ചിരുന്ന വധുവിന്റെ വേഷമാണ് ചട്ടയും മുണ്ടും. കാതിലും കഴുത്തിലും കയ്യിലും സ്വർണ്ണാഭരണങ്ങൾക്ക് പകരം ചിരട്ട കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളായിരുന്നു വധു ധരിച്ചിരുന്നത്. കയ്യിൽ കരുതിയിരുന്ന ബൊക്കെയും വ്യത്യസ്തമായിരുന്നു. പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന പാലപ്പവും ശതാവരിയും ഉപയോഗിച്ച് നിർമ്മിച്ചതായിരുന്നു ബൊക്കെ. കസവുമുണ്ടും ജുബയുമായിരുന്നു വരന്റെ വേഷം. ഇതൊന്നും കൂടാതെ വധുവിന്റെ വീട്ടിൽ നിന്നും എത്തിയ 12 പെൺകുട്ടികൾക്കും ചട്ടയും മുണ്ടും തന്നെയായിരുന്നു വേഷം. 80 വയസ്സുള്ള ഇവരുടെ അമ്മൂമ്മയാണ് വധു ഉൾപ്പെടെ എല്ലാവരെയും അണിയിച്ചൊരുക്കിയതെന്നും വ്യത്യസ്തമായി. കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത വിവാഹ ചടങ്ങുകൾക്ക് ഫാദർ ജോർജ് നേരെപ്പാടൻ കാർമ്മികത്വം വഹിച്ചു. വധു നിൻസിയാണ് വിവാഹ ചടങ്ങിന് വ്യത്യസ്ത വേഷമാക്കാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നും വധുവിന്റെ അഭിപ്രായത്തിന് തങ്ങൾ സമ്മതം മൂളുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഞങ്ങളുടെ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. ആ കാരണം പിന്നെ സിൻസിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. നല്ല നിർബന്ധമുണ്ട്. പിന്നെ ഞങ്ങളിൽ അമ്മാമ്മയുണ്ട്, ഇപ്പോഴും ആ ഡ്രസ്സ് എടുത്തിട്ട് നടക്കുന്നതാണ്. നമ്മുടെ തനി നാടൻ ഡ്രസ്സ്. സിൻസിയുടെ ആഗ്രഹപ്രകാരമാണ് ക്രിസ്ത്യൻ്റെ ട്രഡീഷണൽ പരമായിട്ടുള്ള വസ്ത്രം ധരിച്ചാണ് ഇന്ന് വധു പള്ളിയിൽ എത്തിച്ചേർന്നത്. വധു അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെല്ലാം ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബൊക്ക, ചതവാരി, പാലപ്പൂവ്, അതാണ്. പണ്ട് കാലത്ത് ചതവാരി കൊണ്ടാണ് ബൊക്കയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു പ്രതീകമായിട്ട് തന്നെയാണ് ബൊക്കയെല്ലാം. ചിരട്ടയുടെ മാല, കമ്മൽ, വള, മോതിരം എല്ലാം. ആഗ്രഹം മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ അതിനോട് യോജിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാ പെൺകുട്ടികളെയും ആ വസ്ത്രം തന്നെ ധരിപ്പിച്ചു. ഞങ്ങൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയി അണിയിച്ചില്ല. ഞങ്ങളുടെ അമ്മ, 82 വയസ്സായ അമ്മയാണ് എല്ലാവരും വസ്ത്രങ്ങൾ, മുണ്ടൊക്കെ ഞൊറിഞ്ഞ് എല്ലാവരും ഒരുക്കിയതെല്ലാം ഞങ്ങളുടെ അമ്മയാണ്. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം നാദസ്വരത്തിന്റെയും പട്ടുക്കുടയുടെയും അകമ്പടിയോടെയാണ് വധുവരന്മാരെ ഹാളിലേക്ക് ആനയിച്ചത്. കാളമുറി മസ്ജിദുൽ മുബാറക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് സൗഹൃദ സംഗമം നടത്തി. VM ഹസൻ മൗലവി അധ്യക്ഷനായിരുന്നു. KS അബ്ദുൾ മജീദ്, PV സുദീപ് കുമാർ മാസ്റ്റർ, PK രാമകൃഷ്ണൻ മാസ്റ്റർ, ഗൗതമൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ, സുഗത പ്രസാദ്, KK ശേഖരൻ, പോൾസൻ പണ്ടാരി എന്നിവരും പങ്കെടുത്തു. വളരെ സാത്വികരായ, ജനപ്രിയരായ നല്ല പ്രവാചകന്മാരും പണ്ഡിതന്മാരും അവതാര പുരുഷന്മാരും ഒക്കെ ജനിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അന്നത്തേക്കാൾ വളരെ ഭീകരമായ മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത അനുഭവങ്ങളാണ് നിത്യജീവിതത്തിൽ കാണുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനം വെസ്റ്റിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 BJP പ്രവർത്തകർ അറസ്റ്റിൽ. സമുദ്രത്തിൽ മത്സ്യബന്ധനം നടത്താനുള്ള അവകാശം ഹൈന്ദവർക്ക് മാത്രമാക്കണമെന്ന് പ്രവീൺ തൊഗാഡിയ.
വധുവരന്മാരും കുടുംബവും വേറിട്ട കാഴ്ചയൊരുക്കി ഇരിങ്ങാലക്കുട മാപ്രാണത്ത് വിവാഹ ചടങ്ങ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.